വകുപ്പിൻ്റെ പൊതുവായ കാര്യങ്ങളും അതോടൊപ്പം പ്രത്യേകമായി നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ലോകത്തെല്ലായിടത്തും ഈ തൊഴിൽ പ്രശ്നം കൂടുകയാണ്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളെയും അതുപോലെ തന്നെ സംരംഭകരെയും സംരക്ഷിക്കുന്ന നിയമവും അങ്ങനെ ഒരു സംസ്കാരവുമുള്ളൊരു നാടാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ കുട്ടികൾക്ക് തൊഴിലില്ലാതാകുന്ന ഒരു സാഹചര്യത്തെ ഉൾക്കൊള്ളാൻ നമുക്കാകില്ല. ആ കൊറോ ഹെൽത്ത് അടക്കം ഇപ്പോൾ രണ്ടാമത് വന്ന കമ്പനികളുടെ എല്ലാം കൂട്ടപ്പിരിച്ചുവിടലിനെതിരായിട്ടുള്ള ഒരു മെമ്മോറാണ്ടവും കേന്ദ്രമന്ത്രിക്ക് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. പരിഹാര മാർഗ്ഗങ്ങൾ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? പരിഹാര മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും കേന്ദ്രമന്ത്രിയായിട്ട് കൂടി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. ലേബർ കോഡാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അതായത് കേന്ദ്രത്തിന്റെ നിയമമാണ് പ്രശ്നം, കേരളത്തിന്റെ നിയമമല്ല. അതിലൊക്കെ ഭേദഗതി വേണമെന്ന് കേരളത്തിന്റെ ആവശ്യം മുന്നിൽ വെക്കുന്നുണ്ടോ ഈ വിഷയം? നമുക്കറിയാം ഒരു സെൻട്രൽ സ്റ്റാറ്റ്യൂട്ട് എങ്ങനെയാണ് രാജ്യത്ത് വർക്കൗട്ട് ആവുന്നതെന്നും സ്റ്റേറ്റിന് അത് എത്രത്തോളം കൺകറന്റ് ലിസ്റ്റിലാണ് തൊഴിൽ എങ്കിൽ പോലും നിയമപരമായ പരിമിതികളെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ എങ്കിലും അത് മാത്രമല്ല, ഈ AI അടക്കമുള്ള സംവിധാനങ്ങൾ IT രംഗത്ത് കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ IT ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ മുഖ്യമന്ത്രിയുമായി IT ചുമതലയുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ മുഖ്യമന്ത്രിയും ഒക്കെയായി സംസാരിച്ച് ഈ പുതിയ സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്നതുകൂടി ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള പിന്തുണയും അഭ്യർത്ഥിക്കുന്നു. മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? വകുപ്പിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഈ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥാപനങ്ങളും സംരംഭങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം ഒരു ഉദാഹരണം ESIയുടെ ഒക്കെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അതടക്കമുള്ള നിവേദനങ്ങളെല്ലാം ഉണ്ട്. ഈ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കൂട്ടപ്പിരിച്ചുവിടലിൽ ഒരു അനുകൂലമായിട്ടുള്ള പ്രതികരണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗങ്ങൾ ഇപ്പോൾ തേടുന്നു? അത് നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും. അത് നാളെ ഇല്ല അതിനൊന്നും അഭിപ്രായം. അതൊക്കെ പാർട്ടി അത് KPCC പ്രസിഡന്റ് ആരാകണം എന്നതിനെ കുറിച്ച് തീരുമാനിക്കാൻ ശക്തമായ ഒരു നേതൃത്വം ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്. അത് യഥോചിതം നടക്കും. അത് സാധാരണ പാർട്ടി പ്രവർത്തനങ്ങൾക്കാണ് ഡൽഹിയിൽ വരാറുള്ളത്. ഇപ്പം മന്ത്രിയായ ശേഷം വരികയാണ്. എന്താ തോന്നുന്നു? തീർച്ചയായും അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. പതിറ്റാണ്ടുകൾ നീണ്ടുന്ന പ്രവർത്തനത്തിൻ്റെ ഒടുവിൽ അത്തരമൊരു അവസരം കൊല്ലത്തെ ജനങ്ങളും കോൺഗ്രസ് പാർട്ടിയും UDFും തന്നതിൽ ഏറെ സന്തോഷവും അതിലേറെ അഭിമാനമുണ്ട്.